വെൽക്കം ബാക്ക് ടു ടാഗോർ അക്കാഡമി. ടാഗോർ അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2015 ടു 2025 വരെയുള്ള CPO ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് തുടങ്ങിയായിരുന്നു. ആ സീരീസിനകത്തിലെ അടുത്ത ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. 111/2023 WCPOയുടെ ക്വസ്റ്റ്യനാണ്. ഇതേ നമുക്ക് ആ ക്വസ്റ്റ്യനകത്തിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേണ്ടതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു തൊഴിൽ സ്ഥാപനത്തിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം 6:5 എന്ന അംശബന്ധത്തിലാണ്. അതിൽ 1/10 സ്ത്രീകൾ പിരിഞ്ഞു പോയാൽ ഇപ്പോഴത്തെ അംശബന്ധം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഒരു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അംശബന്ധമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു തൊഴിൽ സ്ഥാപനത്തിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അംശബന്ധമാണ് കൊടുത്തിരിക്കുന്നത് 6:5 എന്നുള്ളത്. ഈ 6:5 എന്ന് പറയുന്ന അംശബന്ധത്തിലുള്ള സ്ത്രീകളിൽ നിന്നും 1/10 ആൾക്കാർ എന്ത് ചെയ്തു? പൊഴിഞ്ഞു പോയി, അല്ലെങ്കിൽ പിരിഞ്ഞു പോയി. 1/10 ആൾക്കാർ പിരിഞ്ഞു പോയി. അങ്ങനെ പിരിഞ്ഞു പോയതിന് ശേഷമുള്ള ഇപ്പോഴത്തെ അംശബന്ധം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, നമുക്കറിയാം ഒരു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അംശബന്ധം എടുത്തു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞേക്കുന്ന പുരുഷന്മാരാണ് അല്ലേ, മെയിലാണ്. രണ്ടാമത് പറഞ്ഞേക്കുന്ന ഫീമെയിലാണ്. അപ്പോൾ മെയിലും ഫീമെയിലും തമ്മിലുള്ള അംശബന്ധമാണ് 6:5. അപ്പോൾ അംശബന്ധം എന്താണെന്ന് ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അംശബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതോ ഒരു കോമൺ നമ്പറിനെ കൊണ്ട് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെയും സ്ത്രീകളുടെയും എണ്ണത്തെ ഡിവൈഡ് ചെയ്തതാണ് എന്തെന്ന് പറയുന്നത് 6:5 എന്ന് പറയുന്നത്. ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഈ 6നെയും 5നെയും ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുരുഷന്മാരുടെ എണ്ണം കിട്ടും. ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുരുഷന്മാരുടെ എണ്ണം കിട്ടും. ഞാൻ ആ കോമൺ നമ്പറിനെ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ എനിക്ക് പറയാം ഇതിനകത്തിലെ പുരുഷന്മാരുടെ എണ്ണം 6x ആണ്. അതേപോലെ സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് 5x ആണ് എന്ന് പറയാം. ആ സ്ഥാപനത്തിലെ പുരുഷന്മാരുടെ എണ്ണം 6xും സ്ത്രീകളുടെ എണ്ണം 5x ആണെന്നും പറയാം. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ 5x ഉള്ള സ്ത്രീകളിൽ 5x ആളുണ്ടായിരുന്നു ആ സ്ഥാപനത്തിൽ. അതിൽ നിന്നും 1/10 ആൾക്കാർ കൊഴിഞ്ഞു പോയി. 1/10 ആൾക്കാർ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 ആൾക്കാർ പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്ന 9/10 ആൾക്കാർ എന്ന് വെച്ചാൽ 10 ഭാഗിച്ചതിനകത്ത് ഈ 5xനെ നമ്മളിങ്ങനെ 10 ഭാഗിച്ചതിനകത്തിൽ ഒരു ഭാഗം ആൾക്കാർ പിരിഞ്ഞു പോയി. ബാക്കി എത്ര ആൾക്കാരുണ്ട് അവിടെ? 9 ആൾക്കാരുണ്ട് അല്ലേ. 9 വിഭാഗക്കാരുണ്ട് എന്ന് വെച്ചാൽ 9/10 ആൾക്കാർ അവിടെ ഉണ്ട്. ആ ആളുകളുടെ എണ്ണം ആദ്യം കണ്ടുപിടിക്കുക. 5xൻ്റെ 9/10 ആൾക്കാരാണ് ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത്. 1/10 ആൾക്കാർ പിരിഞ്ഞുപോയി. ബാക്കി അവശേഷിക്കുന്ന എത്ര ആൾക്കാരുള്ളൂ? 9/10 ആൾക്കാർ അവിടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 5xൻ്റെ 9/10 കണ്ടുപിടിക്കണം. 5xൻ്റെ 9/10 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇതേ നോക്കിയേ, 9/10 കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതേ ഇവിടെ 5ഉം 10ഉം ആയിട്ട് ക്യാൻസൽ ചെയ്യുന്നു, നമുക്ക് 2 എന്ന് കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എണ്ണം 9x/2 എന്നായി. 9x/2 എന്നായി. ഇപ്പോൾ ഇവിടുത്തെ സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 9x/2 അല്ലേ. 1/10 ആൾക്കാർ പിരിഞ്ഞു പോയതിനു ശേഷമുള്ള ആൾക്കാരുടെ എണ്ണമാണ് 9x/2. ഇനി ഈ പുരുഷന്മാരുടെയും ഇപ്പോഴത്തെ സ്ത്രീകളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പറഞ്ഞ് മനസ്സിലായോ? ഇപ്പോഴുള്ള പുരുഷന്മാരുടെയും ഇപ്പോഴുള്ള സ്ത്രീകളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് 6x9x/2 ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ നോക്കിയേ, കോമൺ ആയിട്ട് ഈ അംശബന്ധം എഴുതുക മീൻസ് നമുക്ക് ഈ അംശബന്ധത്തെ ഇങ്ങനെ എഴുതാം, 6x/9x/2 എന്ന് എഴുതാം അല്ലേ. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, അതിനെ നമുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6x ഇൻറ്റു നോക്കിയാൽ 2 ഫ്രാക്ഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്തേക്കുവാണ്. ഡിവൈഡ് ചെയ്ത് എന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യത്തെ ഫ്രാക്ഷൻ അതേപോലെ എഴുതി, 6x എന്നുള്ളത് നമ്മൾ അതേപോലെ എഴുതി, ഡിവിഷൻ മാറ്റി ഇൻറ്റു ആക്കി. രണ്ടാമത്തെ ഫ്രാക്ഷനെ നമ്മൾ തലതിരിച്ചിടുക. തലതിരിച്ചിട്ടു. എക്സും ക്യാൻസലായി. 6x2 12 എന്ന് കിട്ടി. 12/9 ഇതാണ് ഇപ്പോഴത്തെ അംശബന്ധം. 12/9 12/9 ഒന്നും കൂടെ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാം രണ്ടിടത്തും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ 4/3. ഇപ്പോൾ കിട്ടിയത് 4/3 ആണ്. അതായത് ഇതിൻ്റെ അംശബന്ധം പറയുകയാണെങ്കിൽ 4:3. ഇപ്പോഴത്തെ സ്ത്രീയുടെയും പുരുഷൻ്റെയും തമ്മിലുള്ള അംശബന്ധം 4:3 ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ക്വസ്റ്റ്യനകത്തിലെ കിടപ്പുണ്ട് 4:3. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കിയേ, ഒരു മണിക്കൂറിൽ
ഒരു മണിക്കൂറിൽ 41/2/3 km/h സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കാർ. ഒരു മണിക്കൂറിൽ 41/2/3 km/h സഞ്ചരിക്കുന്ന ഒരു കാർ 1/2 മണിക്കൂർ കൊണ്ട് 1/2 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? മണിക്കൂറിൽ 41/2/3 km/h സഞ്ചരിക്കുന്ന ഒരു കാറ് 4.5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4.5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? നമുക്കറിയാം സ്പീഡിൻ്റെ ഇക്വേഷൻ അറിയാം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതിൽ നിന്ന് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡും ടൈമും കൂടെ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ഇവിടെ നോക്കിയേ, മിക്സഡ് ഫ്രാക്ഷനിൽ കിടക്കുന്ന ഇതിനെ ഒരു നോർമൽ ഫ്രാക്ഷനിലേക്ക് നമ്മൾ മാറ്റുന്നത്. ഒരു നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് നോക്കിയേ, 41 × 3 41 × 3 123 123 + 2 123 + 2. മിക്സ്ഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്ന രീതി അറിയാത്തവർ നോക്കിക്കോ. ഇത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ആദ്യം 41നെ 3 കൊണ്ട് ഗുണിക്കണം. 41 × 3 +2 കൂട്ടണം. ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡിനോമിനേറ്ററായിട്ട് ഇവിടെ ഡിനോമിനേറ്റർ ഏതാണോ ആ ഡിനോമിനേറ്റർ തന്നെ ഇടണം. ഇൻറ്റു ഇപ്പുറത്തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ 4 × 2 + 1 ഡിവൈഡഡ് ബൈ 2 അല്ലേ, ഇങ്ങനെ വരും. ഇതാണ് നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത്. ഓക്കെ, 41 × 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 123 123 + 2 125 125 ഡിവൈഡ് ബൈ 3 125 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 4 × 2 8 8 1 9 9 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. 3യും 9ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 3 എന്ന് കിട്ടും. 125 × 3 125 × 3 375 എന്ന് കിട്ടും. 375 ഡിവൈഡ് ബൈ 2 375 ഡിവൈഡ് ബൈ 2 കിലോമീറ്റർ എന്ന് കിട്ടും. 375 ഡിവൈഡ് ബൈ 2 കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പം ദൂരം എന്ന് പറയുന്നത് 375/2 കിലോമീറ്റർ ആണ്. പക്ഷേ നമ്മുടെ ഓപ്ഷനകത്തിലൊന്നും ഇങ്ങനെ നോക്കിയേ, ഇങ്ങനൊരു നമ്പർ തന്നിട്ടില്ല അല്ലേ. 375 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നൊരു നമ്പർ തന്നിട്ടില്ല. അതായത് ഇവിടെ എല്ലാം ഉദ്ദേശിച്ചേക്കുന്നത് മീറ്ററാണ്. നമുക്ക് ആൻസർ കിട്ടുന്നത് കിലോമീറ്ററിലും ഇവിടെ ഓപ്ഷനകത്ത് തന്നിരിക്കുന്നത് മീറ്ററുമാണ്. കിലോമീറ്ററും ആൻസർ കിട്ടുന്നത് കിലോമീറ്ററും ഓപ്ഷനിൽ തന്നിരിക്കുന്ന മീറ്ററുമാണ്. അപ്പോൾ ഈ കിലോമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യണം. 375 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് കിലോമീറ്ററാണ്. അതിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 1000 കൊണ്ട് ഗുണിക്കണം. ഇൻറ്റു 1000 കൊണ്ട് ഗുണിക്കണം. അതായത് 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഇൻറ്റു 1000 ചെയ്യാം. ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നോക്കിയേ, ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 500 എന്ന് കിട്ടും. 375 ഇൻറ്റു 500 എത്ര കിട്ടും നമുക്ക്? 1,87,500 എന്ന് കിട്ടും. ഓപ്ഷൻ സി. ക്ലിയർ ആണോ പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഒന്നുമില്ല. ഡിസ്റ്റൻസ് ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് ഇൻറ്റു ടൈം അത് കിലോമീറ്ററിലാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ എന്തിലേക്ക് മാറ്റുക? മീറ്ററിലേക്ക് മാറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു വസ്തുവിൻ്റെ വില 20% കുറച്ച് 200 രൂപയായി. നോക്കിയേ, ഒരു വസ്തുവിൻ്റെ വില എക്സ് ആണെന്ന് വിചാരിക്കുക. ഒരു വസ്തുവിൻ്റെ വില എക്സ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ 20% കുറച്ചു. 20% കുറച്ചിട്ട് ബാക്കിയുള്ള വില എന്ന് പറയുന്നത് 200 രൂപയാണ്. 20% കുറച്ചിട്ട് ബാക്കിയുള്ള വില എന്ന് പറയുന്നത് 200 രൂപയാണ്. നോക്കിയേ, ഒരു വസ്തുവിൻ്റെ 20% കുറച്ച വിലയാണ് 200 രൂപ. 20% കുറച്ചപ്പോൾ ആ വസ്തുവിൻ്റെ വില 200 ആയി. അതായത് ബാക്കി 80% എന്തെന്ന് പറയുന്നത്? ഈ 200 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു വസ്തുവിൻ്റെ വിലയിൽ നിന്ന് 20% കുറച്ചു എന്ന് പറഞ്ഞു. 20% കുറച്ചാൽ ബാക്കി എത്ര ശതമാനമുണ്ട്? 80% ഉണ്ട്. ആ 80% എത്ര എന്ന് പറഞ്ഞേക്കുന്നത്? 200 എന്ന് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ? ആദ്യത്തെ വരി ക്ലിയർ ആയോ? പിന്നീട് ഇത് 150 രൂപയ്ക്ക് വിറ്റു. ആകെ വന്ന നഷ്ടശതമാനം എത്രയാണ്? അപ്പോൾ അതേ ക്വസ്റ്റ്യനകത്തിലേക്ക് നോക്കിയാൽ ആദ്യത്തെ വരിയിൽ നിന്ന് നമ്മൾ പറഞ്ഞു ആ സംഖ്യയുടെ 80 അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ വിലയുടെ 80% ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 200 രൂപ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സംഖ്യയുടെ A% B ആയാൽ ആ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ B/A × 100 ചെയ്യണം. B/A × 100. ഇവിടെ നോക്കിയേ, ഒരു സംഖ്യയുടെ 80% 200 ആയാൽ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 200 ഡിവൈഡഡ് ബൈ 80 × 100 ചെയ്യണം.
ക്ലിയർ ആണോ? 0 0 ക്യാൻസൽ ചെയ്തു. 8ഉം 10ഉം ആയിട്ട് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5 കിട്ടും, ഇവിടെ 4 കിട്ടും. 4ഉം 20ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5 കിട്ടും. 5ഉം 0ഉം അല്ലേ. 50 × 50 250 എന്ന് കിട്ടും. 250. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യം മനസ്സിലായോ? അതായത് ഈ വസ്തുവിൻ്റെ ആദ്യത്തെ വില, യഥാർത്ഥ വില എന്ന് പറയുന്നത് 250 രൂപയാണ്. ആ വസ്തുവിൻ്റെ ആദ്യത്തെ വില എന്ന് പറയുന്നത് 250 രൂപയാണ്. 20% കുറച്ച് 200 രൂപയ്ക്ക് വിറ്റു. 20% കുറച്ച് 200 രൂപയ്ക്ക് വിറ്റു. പിന്നീടത് 150 രൂപയ്ക്ക് വിറ്റു. പിന്നീടത് 150 രൂപയ്ക്ക് വിറ്റു. എന്ന് വെച്ചാൽ 250 രൂപയുടെ സാധനം ഇപ്പോൾ വിറ്റേക്കുന്നത് 150 രൂപയ്ക്കാണ്. എങ്കിൽ ആകെ വന്ന നഷ്ടശതമാനം എത്ര? നഷ്ടശതമാനം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? നഷ്ടശതമാനം നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില അല്ലേ. വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നഷ്ടം എത്ര സംഭവിച്ചു? 250 രൂപയുടെ സാധനം 150 രൂപയ്ക്ക് കൊടുത്തു. എത്ര നഷ്ടം? 100 രൂപ നഷ്ടമാണ് അല്ലേ. 100 രൂപ എന്താണ് നമുക്ക്? നഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ 100 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയായിരുന്നു? 250 രൂപ അല്ലേ. 250 ഇൻറ്റു 100. ക്ലിയർ ആണോ? 0 0 ക്യാൻസൽ ചെയ്തു. 25ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ 5 എന്ന് കിട്ടും, ഇവിടെ 2 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 5ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു, അല്ലെങ്കിൽ 5ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. 20 എന്ന് കിട്ടും. 20 × 2 40. 40% നഷ്ടം. 40% നഷ്ടം. ഓക്കെ ആണോ? ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? പറഞ്ഞ കാര്യം വ്യക്തമാണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിട്ടുപോയ സംഖ്യ ഏത്? ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യത്തെ സംഖ്യ 10. രണ്ടാമത്തെ സംഖ്യ 10 × 4 + 3. കറക്റ്റാണോ? അതായത് ആദ്യത്തെ സംഖ്യയെ ഞാൻ 4 കൊണ്ട് ഗുണിച്ചു, 3 കൂട്ടി, ആൻസർ കിട്ടി 43 രണ്ടാമത്തെ സംഖ്യ. ഇനി ഈ രണ്ടാമത്തെ സംഖ്യയെ അതേപോലെ തന്നെ രണ്ടാമത്തെ സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കുന്നു, 3 കൂട്ടുന്നു. രണ്ടാമത്തെ സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കുന്നു, 3 കൂട്ടുന്നു, 175 കിട്ടും. ഇനി ഈ 175നെ 4 കൊണ്ട് ഗുണിക്കുന്നു, 3 കൂട്ടുന്നു. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? 175നെ 4 കൊണ്ട് ഗുണിക്കുന്നു, 3 കൂട്ടുന്നു, ആൻസർ 703 എന്ന് കിട്ടും. 703. അതാണ് നമ്മുടെ ഓപ്ഷനിൽ നിന്നുള്ള 703 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, ഓരോ സംഖ്യയും 4 കൊണ്ട് ഗുണിക്കുന്നു, 3 കൂട്ടുന്നു. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കുപ്പിയിൽ 0.9 ലിറ്റർ 0.9 ലിറ്റർ വെള്ളമുണ്ട്. ഒരു വലിയൊരു കുപ്പിയിൽ 0.9 ലിറ്റർ വെള്ളമുണ്ട്. ഈ വെള്ളത്തെ ഓരോ ചെറിയ പാത്രത്തിലാക്കണം. എത്ര കൊള്ളുന്ന? 0.15 ലിറ്റർ കൊള്ളുന്ന എത്ര ഗ്ലാസുകൾ കൊണ്ട് നിറയ്ക്കാം? ഇതുകൊണ്ട് നിറയ്ക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, 0.9 എന്ന് പറയുന്ന വലിയൊരു അളവിനെ 0.15 എന്ന് പറയുന്ന ചെറിയ ചെറിയ അളവുകളാക്കാൻ എത്ര ഗ്ലാസ് വേണ്ടി വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വലിയ അളവിനെ എത്ര ചെറിയ അളവുകളാക്കാം എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്ത് ചെയ്താൽ മതി? ഈ വലിയ അളവായ 0.9നെ 0.15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0.15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇത് നോക്കിയേ, മേളിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുണ്ട്, താഴെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട് അല്ലേ. ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള എവിടെ? താഴെ ഉള്ളിടത്ത്, 2 എന്നുള്ളിടത്ത് അല്ലേ. അവിടെ 2 പൂജ്യമുള്ളൊരു നമ്പർ കൊണ്ട് ഗുണിക്കണം. 2 പൂജ്യമുള്ള നമ്പർ കൊണ്ട് ഗുണിക്കണം. അതേ നമ്പർ കൊണ്ട് മേളിലും ഗുണിക്കണം. ഓക്കെ, എന്തിനു വേണ്ടി ഇങ്ങനെ ഗുണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് കളയാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്താ ചെയ്യേണ്ടത്? 2 ദശാംശം അല്ലെങ്കിൽ ദശാംശ സംഖ്യകളെ ഹരിക്കാൻ വേണ്ടി തരുമ്പോൾ നോക്കണം, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ടെന്ന് നോക്കണം. ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് എവിടെയാണെന്ന് നോക്കിയിട്ട് അത്രയും നമ്പർ, എത്ര സ്ഥാനമാണോ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളത് അത്രയും 0 വരുന്ന നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. എന്തിനു വേണ്ടി? പോയിൻ്റ് കളയാൻ. ഇങ്ങനെ പോയിൻ്റ് മാറുമ്പോൾ അല്ലെങ്കിൽ ഗുണിച്ച് കഴിയുമ്പോൾ ഇവിടെ നോക്കിയാൽ 0.9 × 100. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമേ ഉള്ളൂ, പക്ഷേ ഇവിടെ 2 പൂജ്യമുണ്ട് അല്ലേ. അതായത് മേളിൽ 9 എഴുതുക, ഒരു 0 കൊടുക്കുക. ക്ലിയർ ആയോ? 9 എഴുതുക, ഒരു 0 കൊടുക്കുക. ഡിവൈഡഡ് ബൈ താഴെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട്, ഇൻറ്റു 100 ചെയ്യുമ്പം ഈ 2 പൂജ്യം ഈ 2 സ്ഥാനത്തെ അങ്ങ് മാറ്റും. അതായത് 15 എന്ന് മാത്രം കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി 19 ഡിവൈഡ് ബൈ 15 എത്ര കിട്ടും നമുക്ക്? 6 എന്ന് കിട്ടും. 6. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ തമ്മിൽ 3 വയസ്സ് വ്യത്യാസമാണുള്ളത്. നോക്കിയേ, 5 കുട്ടികൾ, നമുക്ക് A B C D
ഇ എന്ന് കൊടുക്കാം. 5 കുട്ടികൾ. ഈ 5 കുട്ടികൾ തമ്മിൽ 3 വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളത്. എന്ന് വെച്ചാൽ ഓരോ കുട്ടികൾ തമ്മിലും 3 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഇതേ നോക്കിയേ, ആദ്യത്തെ കുട്ടിക്ക് ഞാൻ എക്സ് വയസ്സുണ്ടെന്ന് വിചാരിക്കും. ആദ്യത്തെ കുട്ടിക്ക് എക്സ് ആണ് വയസ്സെങ്കിൽ അടുത്ത ആൾക്ക്, തൊട്ടടുത്തുള്ള ആൾക്ക് എന്തായിരിക്കും? x+3 ആയിരിക്കും തൊട്ടടുത്തുള്ള ആളുടെ വയസ്സ്. x+3 ആയിരിക്കും അടുത്തുള്ള ആളുടെ വയസ്സ്. അതിൻ്റെ അടുത്തുള്ള ആളുടെ വയസ്സോ ഈ 3യേക്കാൾ 3 കൂടുതലായിരിക്കും, അല്ലെങ്കിൽ 3 വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് x+6. ഇനി ഇയാളെക്കാൾ 3 കൂടുതലായിരിക്കും അടുത്ത ആൾക്ക്, x+9 എന്ന് പറയാം അല്ലേ. ഇയാളെയും കാട്ടി കൂടുതലായിരിക്കും, 3 കൂടുതലായിരിക്കും തൊട്ടടുത്തുള്ള ആൾക്ക്. മനസ്സിലായ പറഞ്ഞേക്കുന്നത്? 5 കുട്ടികളുണ്ട്, തമ്മിൽ 3 വയസ്സ് വ്യത്യാസമാണുള്ളത്. എന്ന് വെച്ചാൽ ആദ്യത്തെ ആളേക്കാൾ 3 വയസ്സ് കൂടുതലാണ് രണ്ടാമത്തെ ആൾക്ക്, രണ്ടാമത്തെ ആളേക്കാൾ 3 വയസ്സ് കൂടുതലാണ് മൂന്നാമത്തെ ആൾക്ക്, മൂന്നാമത്തെ ആളിനേക്കാൾ 3 വയസ്സ് കൂടുതലാണ് തൊട്ടടുത്ത ആൾക്ക്. അങ്ങനെ ഓരോ ആളുകൾ തമ്മിലും 3 വയസ്സിൻ്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും വയസ്സുകളുടെ തുക എന്ന് വെച്ചാൽ എയും ബിയും സിയുടെയും ഇയുടെയും കൂടെ വയസ്സ് കൂട്ടുന്നത് 50 ആണെങ്കിൽ 50 ആണ് എങ്കിൽ ഇളയ കുട്ടിയുടെ വയസ്സ് എത്ര? ഇളയ കുട്ടിയുടെ വയസ്സ്, ഇളയ കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ വയസ്സ് അല്ലേ. എയുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? ഇവരുടെ വയസ്സുകളെല്ലാം തമ്മിലൊന്ന് കൂട്ടാം. x+3 പ്ലസ് x+6 പ്ലസ് x+9 പ്ലസ് x+12 അല്ലേ. ഇത് ഇത്രയും കൂടെ കൂട്ടുന്ന എത്രയാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, 50 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഇനി ഒന്ന് കൂട്ടി നോക്കിയേ. 1 2 3 4 5 5x ഉണ്ടല്ലേ. 5x തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 5x എന്ന് കിട്ടും. 5x പ്ലസ് 3 പ്ലസ് 6 9 9 പ്ലസ് 9 18 18 പ്ലസ് 2 20 പ്ലസ് 10 30 എന്ന് കിട്ടി. 30 = 50 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ 5x = 30 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? 50 - 30 ആയി, = 20 എന്ന് കിട്ടും അല്ലേ. 5x = 20 ആണെങ്കിൽ x എന്തായിരിക്കും? 20/5 എത്ര കിട്ടും? 4 എന്ന് കിട്ടി. എക്സ് എന്ന് പറയുന്നത് 4 എന്ന് കിട്ടി. അതായത് ഏറ്റവും ഇളയ ആളുടെ വയസ്സെന്ന് പറയുന്നത് 4 ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? പറഞ്ഞാൽ ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. ഒരു ടാങ്കിൻ്റെ 3/3 ഭാഗം നിറയാൻ 6 മിനിറ്റ് വേണം. ഇതേ നോക്കിയേ, ഒരു ടാങ്ക് എടുത്തു ഞാൻ. ഒരു ടാങ്ക് എടുത്തിട്ട് അതിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു. 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു. കണ്ടോ? ഈ 5ൽ 3 ഭാഗം നിറയാൻ, ഈ 5ൽ 3 ഭാഗം നിറയാൻ എത്ര മിനിറ്റ് വേണം? 6 മിനിറ്റ് വേണം. എങ്കിൽ ബാക്കിയുള്ള ഭാഗം നിറയാൻ എത്ര സമയം വേണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയേ, ഒരു ടാങ്കിൻ്റെ 3/5 ഭാഗം നിറയാൻ 6 മിനിറ്റ് വേണം എങ്കിൽ ബാക്കി ഭാഗം നിറയാൻ എത്ര സമയം വേണം എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഇതിനകത്തിലെ 3 ഭാഗം നിറയാൻ 6 മിനിറ്റ് വേണം. എങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ, ഇതിനകത്തിലെ ഒരു ഭാഗം നിറയാൻ എത്ര സമയം വേണ്ടി വരുമായിരിക്കും? നോക്കിയേ, 3 ഭാഗം നിറയാൻ 6 മിനിറ്റ് വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം നിറയാൻ എത്ര സമയം വേണ്ടി വരും? 6/3 2 മിനിറ്റ് മതി അല്ലേ. ഒരു ഭാഗം നിറയാൻ 2 മിനിറ്റ് മതി. ഒരു ഭാഗം നിറയാൻ 2 മിനിറ്റ് മതി. ബാക്കി നോക്കിയേ, അവശേഷിക്കുന്ന എത്ര ഭാഗമുണ്ട്? അവശേഷിക്കുന്നത് 2 ഭാഗം അവശേഷിക്കുന്നുണ്ട് അല്ലേ. 2 ഭാഗം അവശേഷിക്കുന്നുണ്ട്. ഒരു ഭാഗം നിറയാൻ 2 മിനിറ്റ്, അടുത്തൊരു ഭാഗം നിറയാൻ 2 മിനിറ്റ്. ടോട്ടൽ എത്ര മിനിറ്റ് വേണ്ടി വരും? 4 മിനിറ്റ് വേണ്ടി വരും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേ നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. ഫ്ലാറ്റർ എന്നുള്ളതിനെ നമ്മൾ 7 2 3 8 8 5 9 എന്ന് എഴുതി. മദർ എന്നുള്ളതിനെ 4 6 8 1 5 9 എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ മാമത്ത് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതും എന്നാണ് ചോദ്യം. ഇവിടെ നോക്കിയേ, ഇത് നമ്പേഴ്സ്, അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഈ ലെറ്റേഴ്സിൻ്റെ പ്ലേസിനെ അല്ല നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യും, ABCD എഴുതി നോക്കും, അതിൻ്റെ അസെൻഡിങ് ഓർഡറിലുള്ള വാല്യൂ കൊടുക്കും, ഡിസെൻഡിങ് ഓർഡറിലുള്ള വാല്യൂ കൊടുക്കും. ആ വാല്യൂസ് നോക്കിയാണ് നമ്മൾ നോട്ട് ചെയ്തെടുക്കുന്നത് അല്ലേ, കണ്ടുപിടിച്ചെടുക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ ഓരോ ലെറ്ററിനും ഓരോ വാല്യൂ ഇവർ കൊടുത്തിരിക്കുക. എഫിന് 7 എന്ന് കൊടുത്തിരിക്കുന്നു, എല്ലിൻ്റെ വാല്യൂ 2 ആണ്, എയുടെ വാല്യൂ 3 ആണ്, ടിയുടെ വാല്യൂ 8 ആണ്, ടിയുടെ വാല്യൂ 8 ആണ്, ഇയുടെ വാല്യൂ 5 ആണ്, ആറിൻ്റെ വാല്യൂ 9 ആണ്. അതേപോലെ മദറിനകത്തിലെയും ഓരോ ലെറ്റേഴ്സിനും ഓരോ വാല്യൂ കൊടുക്കുക. ആ വാല്യൂ കണ്ടുപിടിച്ച് ഈ മാമത്ത് എന്നുള്ള ആ വേർഡ് കണ്ടുപിടിക്കുക. ഇതേ നോക്കിയേ, എമ്മിന് കൊടുത്തിരിക്കുന്ന വാല്യൂ എത്ര? 4. എമ്മിൻ്റെ നേരെ കൊടുത്തിരിക്കുന്ന വാല്യൂസ്, അതായത് ലെറ്റേഴ്സിന് നേരെയാണ് വാല്യൂ കൊടുത്തിരിക്കുന്നത്. എമ്മിന് 4 എന്ന് കൊടുത്തിരിക്കുന്നു.
ഈ എ എന്ന് പറയുന്നത് 3 ആണ്, എ എന്ന് പറയുന്നത് 3 ആണ്. വീണ്ടും എം 4, വീണ്ടും എം 4. ഒ എന്ന് പറയുന്നത് 6 ആണ്, ഒ എന്ന് പറയുന്നത് 6 ആണ്. ടിക്ക് നോക്കിയേ 8, ടി വരുന്നിടത്തെല്ലാം നോക്കിയേ 8 എന്നല്ലേ വാല്യൂ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ടിയുടെ വാല്യൂ 8. എച്ചിൻ്റെ വാല്യൂ നോക്കിയേ, എച്ചിൻ്റെ വാല്യൂ 1, എച്ചിൻ്റെ വാല്യൂ 1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ 4 3 4 4 6 8 1, ഓപ്ഷൻ എ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3 യൂണിറ്റ് പരീക്ഷകൾ നടത്തിയതിൽ ആദ്യത്തെ 2 പരീക്ഷകളിൽ രവിക്ക് യഥാക്രമം 70, 75 എന്നീ മാർക്കുകൾ ലഭിച്ചു. ശരാശരി 60 മാർക്ക് ലഭിക്കണമെങ്കിൽ മൂന്നാമത്തെ യൂണിറ്റ് പരീക്ഷയിൽ രവിക്ക് ലഭിക്കേണ്ട മാർക്ക് എത്ര? അപ്പോൾ ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ശരാശരി വേണം. ശരാശരി കണ്ടുപിടിക്കാൻ എന്താ, ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ്, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ഇവിടെ നോക്കി 3 പരീക്ഷയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, എ ബി സി എന്ന് കൊടുക്കാം. ആദ്യത്തെ പരീക്ഷയിൽ 70 കിട്ടി, രണ്ടാമത്തെ പരീക്ഷയിൽ 75 കിട്ടി, മൂന്നാമത്തെ പരീക്ഷയിൽ എത്ര കിട്ടിയാൽ ശരാശരി 60 ആകും എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, ശരാശരി 60 കിട്ടണം അല്ലേ, ശരാശരി 60 കിട്ടണം. ഇവിടെ എത്ര മാർക്ക് കിട്ടണമെന്ന് നമുക്കറിയില്ല, അതിന് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ 3 പരീക്ഷയുടെയും കൂടെ മാർക്ക് കൂട്ടുക, 3 പരീക്ഷയുടെയും കൂടെ മാർക്ക് കൂട്ടുക, ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരാശരി കിട്ടും. 3 പരീക്ഷയുടെയും കൂടെ മാർക്ക് കൂട്ടി ഡിവൈഡഡ് ബൈ n എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും, ശരാശരി കിട്ടും. ഓക്കെ, ഇങ്ങനെ തന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, 60 3 ഗുണിക്കും. എന്തുകൊണ്ട് 60 3 ഗുണിക്കുന്നത്, ഏതൊരു നമ്പറിൻ്റെ താഴെയും ഡിനോമിനേറ്ററായിട്ട് 1 കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 60 ഡിവൈഡ് ബൈ 1 എന്നെടുക്കാം. ഈ ഇക്വേഷൻ എന്തായിട്ട് മാറി, എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി. 2 ഫ്രാക്ഷൻ ഈക്വൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ക്രോസ് ചെയ്യണം, ക്രോസ് ഗുണിക്കണം. എ ഇൻറ്റു ഡി ഈക്വൽ ടു ബി ഇൻറ്റു സി എന്ന് എഴുതണം അല്ലേ. അതുകൊണ്ട് നമ്മൾ 60 ഇൻറ്റു 3 അങ്ങനെയും പറയാം. ഇവിടെ 3 ഡിവൈഡ് ചെയ്തേക്കുന്നുണ്ട്, ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഇൻറ്റു ചെയ്യുന്നു എന്നും പറയാം. 6 ഇൻറ്റു 3 18. അപ്പോൾ 180 ഈക്വൽ ടു 70 പ്ലസ് 75 145, 145 പ്ലസ് എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു കൂട്ടിയിരിക്കുന്ന 145 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, കുറയ്ക്കും അല്ലേ. 180 മൈനസ് 145 ഈക്വൽ ടു 35 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് 35 മാർക്ക് മേടിച്ചാൽ മാത്രമേ ശരാശരി എന്താകത്തുള്ളൂ, 60 ആകത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. 7 3/8 പ്ലസ് 11 1/2 മൈനസ് 7 3/4 പ്ലസ് 5 5/6. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇതെല്ലാം മിക്സഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത് അല്ലേ, മിശ്ര ഭിന്നത്തിലാണ് കിടക്കുന്നത്. ഇതിനൊരു നോർമൽ ഫ്രാക്ഷനിലേക്ക്, സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഇതേ നോക്കിയേ, ഒരു നമ്പർ കാണും അല്ലേ, ഒരു പൂർണ്ണ നമ്പർ കാണും. ആ പൂർണ്ണ നമ്പറിനെ എല്ലാം കൂടെ ഇഞ്ഞെടുക്കുക. 7 പ്ലസ് 11 മൈനസ് 7 പ്ലസ് 5. കണ്ടോ, എല്ലായിടത്തെയും പൂർണ്ണമായിട്ടുള്ള ആ നമ്പറിനെ ഞാൻ ഇഞ്ഞെടുത്തു. ഓക്കെ, ഇത് ഇത്രയും കൂടെ ഒന്ന് ചെയ്തേ. 7 മൈനസ് 7 കൂടെ ക്യാൻസലായി, പ്ലസ് 7 മൈനസ് 7 കൂടെ ക്യാൻസലായിട്ട് 11 പ്ലസ് 5 ആൻസർ എത്ര കിട്ടി, 16. അപ്പോൾ ആൻസർ 16 എന്ന് വെച്ചാൽ പൂർണ്ണസംഖ്യയായിട്ട് വരുന്നത് ആരായിരിക്കും, 16 ആയിരിക്കും. ഓപ്ഷനിൽ പൂർണ്ണസംഖ്യയായിട്ട് വരുന്നത് 16 ആയിരിക്കും. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. ഇനി നോക്കേണ്ടത്, അപ്പോൾ പൂർണ്ണസംഖ്യകളെല്ലാം ഇനി മാറ്റിക്കഴിഞ്ഞ് ബാക്കി ആരൊക്കെയുണ്ട്, 3/8 ഉണ്ട്, പ്ലസ് 1/2 ഉണ്ട് അല്ലേ, എല്ലായിടവും ഫ്രാക്ഷൻ ഉണ്ടല്ലോ, മൈനസ് 3/4 ഉണ്ട്, പിന്നെ ഒരു 5/6 ഉണ്ട്. ഓക്കെ, ഇത് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം, ഡിനോമിനേറ്റേഴ്സിൻ്റെ എല്ലാം LCM കണ്ടിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ, ഇവിടെ LCM കാണാൻ 8 2 4 6, LCM കാണുമ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. LCM കാണാൻ അറിയാമല്ലോ, 8 2 4 6 ഇങ്ങനെ എഴുതി LCM കാണാൻ അറിയാമല്ലോ. LCM കാണാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനകത്തിൽ LCM ആൻഡ് HCFൻ്റെ ഒരു ഡീറ്റെയിൽ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് LCM കാണുന്നത്, എങ്ങനെയാണ് HCF കാണുന്നതെന്ന് വൃത്തിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് കാണുക. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ LCM കണ്ടു കഴിഞ്ഞാൽ 24 എന്ന് കിട്ടും. അതായത് ഓരോ ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ നമ്മൾ 24ലേക്ക് കൺവെർട്ട് ചെയ്യുന്നു. നോക്കിയേ, 3/8 8നെ 24ലേക്ക്, എല്ലാ ഡിനോമിനേറ്ററിനെയുമാണ് നമ്മൾ 24ലേക്ക് കൺവെർട്ട് ചെയ്യുന്നത്. 8നെ 24ലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 8 ഇൻറ്റു 3 ആണ് 24 അല്ലേ. എന്ന് വെച്ചാൽ 3 കൊണ്ട് ഗുണിക്കണം. താഴെ ഏത് നമ്പർ കൊണ്ട് ഗുണിക്കുന്നോ അതേ നമ്പർ കൊണ്ട് മേളിലും ഗുണിക്കണം എന്നാണ് നിയമം. അപ്പോൾ 3 ഇൻറ്റു 3 9, 9/24. ഓക്കെ,
പ്ലസ് അടുത്തത് നോക്കിയേ, ഇതിനെ 24 12 കൊണ്ട് ഗുണിക്കണം. മേളിലും എന്ത് ചെയ്യുക, 12 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 12/24 എന്ന് കിട്ടി. മൈനസ് ഇനി 4നെ 24 ആക്കണമെങ്കിൽ 6 കൊണ്ട് ഗുണിക്കണം അല്ലേ, 6 4 24. അപ്പോൾ മേളിലും 6 കൊണ്ട് ഗുണിക്കുക. അന്നേരം 6 × 3 18, താഴെ 24. പ്ലസ് ഇവിടെ 6നെ 24 ആക്കാൻ 4 കൊണ്ട് ഗുണിക്കണം, മേളിലും 4 കൊണ്ട് ഗുണിക്കുക. 20/24. ഓക്കെ, അപ്പം ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആയി. ഇനി ആ സെയിം ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് നോക്കിയേ മേളത്തെ ക്രിയേറ്റ് ചെയ്യുക. 9 + 12 - 18 + 20. ഒന്ന് കൂട്ടി എഴുതിക്കേ. 9 + 12 21, 21 - 18 3, 3 + 20 23. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 23 എന്ന് കിട്ടി. 23/24. ആൻസർ 16. 23/24. ഓപ്ഷൻ ഡി. മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തിലെ 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കാണുക, കണ്ടു മനസ്സിലാക്കുക, പഠിക്കുക.